നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. താങ്ങുവില വർധന, റബ്ബറിനെ ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് MP. വിഷയം ലോക്സഭയിൽ ഉന്നയിക്കും. കുമരകത്തു നിന്നും കഞ്ചാവുമായി 2 യുവാക്കളെ എക്സൈസ് സംഘം പിടിച്ചത് 4 കിലോ കഞ്ചാവ് എത്തിച്ചത് ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം. ആദിവാസി ദളിത് അധിവാസ കേന്ദ്രങ്ങളുടെ പേരുമാറ്റം നിർദ്ദേശിക്കുന്ന സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് M. ഗീതാനന്ദൻ. സർക്കാർ രേഖകളിൽ നിന്നും കോളനി പദപ്രയോഗം നീക്കാനുള്ള തീരുമാനം സ്വാഗതാർഹം. വാർത്തകൾ വിശദമായി. കാർഷിക വിളകളുടെ താങ്ങുവില വർധനയിൽ നിന്നും റബ്ബറിനെ ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് MP. കർഷകരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്ന നെല്ല് ഉൾപ്പെടെ 14 വിളകളുടെ വില ഉയർത്തിയെങ്കിലും വിലത്തകർച്ചയിൽ വീർപ്പുമുട്ടുന്ന റബ്ബർ മേഖല ഒഴിവാക്കപ്പെട്ടു. ന്യായവില ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തണമെന്ന കർഷകരുടെ ആവശ്യം നടപ്പാക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യമുന്നയിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. റബ്ബറിനെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സാമ്പത്തിക സഹായവും പരീക്ഷയും റബ്ബറിന് ലഭിക്കണം. അതിലൂടെ നമ്മുടെ റബ്ബർ മേഖലയ്ക്ക്, റബ്ബർ കർഷകർക്ക് വലിയ പ്രയോജനം തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ആവശ്യം വളരെ ശക്തമായി കേന്ദ്ര ഗവൺമെൻറ് മുൻപാകെ ലോക്സഭയിലും പ്രത്യേകിച്ച് ബജറ്റ് ചർച്ചകളൊക്കെ വരുമ്പോൾ പ്രസിഡന്റിൻ്റെ നന്ദി പ്രമേയ ചർച്ച, പ്രസിഡന്റിൻ്റെ സംയുക്ത പാർലമെന്റിനെ പ്രസിഡന്റ് അഭിസംബോധന ചെയ്യും. അത് സംബന്ധിച്ചുള്ള നന്ദി പ്രമേയ ചർച്ച വരും. ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നത്. കുമരകത്ത് എക്സൈസ് സംഘം 4 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പിടികൂടി. ഒറീസയിൽ നിന്നും ട്രെയിനിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു കഞ്ചാവ്. തിരുവാതുക്കൽ സ്വദേശി സലാഹുദ്ദീൻ, പാലക്കാട് സ്വദേശി ഷാനവാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കുമരകത്ത് എക്സൈസ് വകുപ്പ് നടത്തിയ കഞ്ചാവ് വേട്ടയിൽ 4 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. കോട്ടയം തിരുവാതുക്കൽ വേളൂർ സ്വദേശി റഹ്മത്ത് മൻസിലിൽ സലാഹുദ്ദീൻ, പാലക്കാട് ആലത്തൂർ ഉള്ളിക്കുത്താംപാടം സ്വദേശി പകുതിപ്പറമ്പിൽ ഷാനവാസ് എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീരാജ് P.യുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇന്റലിജൻസ് ടീമും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടിച്ചത്. ഒറീസയിൽ നിന്നും ട്രെയിനിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ച ശേഷം പോലീസിന്റെയും എക്സൈസിന്റെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ കുമരകത്ത് കായൽ തീരത്തുള്ള സ്വകാര്യ ആഡംബര റിസോർട്ടിൽ താമസിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. സ്വകാര്യ റിസോർട്ടിൽ നിന്നും നീല ഷോൾഡർ ബാഗിൽ കഞ്ചാവുമായി ഇടപാടുകാർക്ക് നൽകുന്നതിനായി ബാങ്ക്പടി ജംഗ്ഷനിലേക്ക് വരുന്നതിനിടയിൽ മഫ്തിയിലുണ്ടായിരുന്ന എക്സൈസ് ഇന്റലിജൻസ് ടീം ഇവരെ പിടികൂടുകയായിരുന്നു. കുമരകത്തും കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലും കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും എത്തിക്കുന്ന പ്രധാന കണ്ണികളാണ് ഇവർ. സലാഹുദ്ദീൻ നിരവധി ക്രിമിനൽ കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. റെയ്ഡിൽ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥരായ എക്സൈസ് ഇൻസ്പെക്ടർ ടോജോ T. ഞള്ളിയിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് നന്ദിയാട്ട്, ജ്യോതി CG, ബിജു PB എന്നിവരും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനു V. ഗോപിനാഥ്, KC ബൈജുമോൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ആരോമൽ മോഹൻ, നിഫി ജേക്കബ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനിൽകുമാർ K, പ്രദീപ് MG എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആദിവാസി ദളിത് അധിവാസ കേന്ദ്രങ്ങളുടെ പേരുമാറ്റം നിർദ്ദേശിക്കുന്ന സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ഗോത്രമഹാസഭാ നേതാവ് M. ഗീതാനന്ദൻ. സർക്കാർ രേഖകളിൽ നിന്നും കോളനി പദപ്രയോഗം നീക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്നും M. ഗീതാനന്ദൻ കോട്ടയത്ത് പറഞ്ഞു. സർക്കാർ രേഖകളിൽ നിന്നും കോളനി പദപ്രയോഗം നീക്കം ചെയ്യാനുള്ള തീരുമാനം സ്വാഗതാർഹമെന്ന് ഗോത്രമഹാസഭാ നേതാവ് M. ഗീതാനന്ദൻ. അതേസമയം നൂറ്റാണ്ടുകളായി ആദിവാസി സമൂഹം ഉപയോഗിച്ചു വരുന്ന ഊരെന്ന പേര് റദ്ദാക്കാനുള്ള തീരുമാനം അംഗീകരിക്കില്ലെന്നും ഗീതാനന്ദൻ പറഞ്ഞു. ഇവരുടെ സാമുദായിക ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് പുതിയ പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ്. വനാവകാശ നിയമത്തിന്റെ നടത്തിപ്പിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രാമസഭകളെ തകർക്കുന്നതാണ് പുതിയ ഉത്തരവ്. സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ഗീതാനന്ദൻ ആവശ്യപ്പെട്ടു. ഊരുകൂട്ടങ്ങൾ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 2000-ന് ശേഷം ഒരു 5-ലധികം ഗവൺമെന്റ് ഉത്തരവുകൾ തന്നെയുണ്ട്. ദേശീയ തലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പെസ നിയമം, ട്രൈബൽ പഞ്ചായത്തിന്റെ ഒരു അടിസ്ഥാന യൂണിറ്റായിട്ട് കേരളത്തിൽ ഊരുകൂട്ടങ്ങളെയാണ് കണക്കാക്കിയിരിക്കുന്നത്. 2006-ലെ വനാവകാശ നിയമം നടപ്പാക്കിയപ്പോൾ ആ വനാവകാശം നടപ്പാക്കുന്നതിനുള്ള പ്രാഥമികമായുള്ള ഒരു 3-ടയർ സംവിധാനമാണ്. അതിന് ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു യൂണിറ്റായി ഈ പറയുന്ന വനാവകാശ ഗ്രാമസഭകൾ എന്നുള്ളതിനും ഊരുകൂട്ടങ്ങൾ എന്നുള്ളതിനെല്ലാം കണക്കാക്കി. ഊരിനെ അപ്രസക്തമാക്കി റദ്ദാക്കിയാൽ ഊരുകൂട്ടങ്ങൾ അപ്രസക്തമാകുന്നുള്ളത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരു ഇടപെടലായി വേണം ഈ ഉത്തരവിനെ മനസ്സിലാക്കാൻ.
വികസനത്തിന്റെ പേരിൽ കോളനികൾ സൃഷ്ടിച്ച CPM ജനങ്ങളോട് മാപ്പ് പറയണം. ദളിത് വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് തുക 2 വർഷമായി കുടിശ്ശികയാണ്. സംഘപരിവാർ ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രാന്റ് അട്ടിമറി മുൻ മന്ത്രി K. രാധാകൃഷ്ണനാണ് കേരളത്തിൽ കൂടുതൽ സങ്കീർണമാക്കിയത്. ഇതിനെതിരെ ജൂലൈ 20-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. പുതിയ മന്ത്രി OR കേളുവിന് പട്ടികവർഗ വിഭാഗത്തോട് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ 18-ാം തീയതി ഇറങ്ങിയ ഉത്തരവ് അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും ഗീതാനന്ദൻ കോട്ടയത്ത് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാർ ക്ഷേമ പദ്ധതികളിൽ മാധ്യമപ്രവർത്തകരെയും ഉൾപ്പെടുത്താൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിൽ മാധ്യമപ്രവർത്തകരെയും ഉൾപ്പെടുത്താൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് നിയുക്ത MP ഫ്രാൻസിസ് ജോർജ് കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമപ്രവർത്തകർക്കുള്ള റെയിൽവേ യാത്ര സൗജന്യം സ്ഥാപിക്കുന്ന കാര്യം ലോക്സഭയിൽ ഉന്നയിക്കും. 50% ഇളവോടെയുള്ള റെയിൽവേ യാത്ര കോവിഡ് കാലത്താണ് പിൻവലിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഇതര ക്ഷേമ പദ്ധതികളിലും മാധ്യമപ്രവർത്തകരെ ഗുണഭോക്താക്കളാക്കാൻ മുൻകൈയെടുക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. മാധ്യമങ്ങൾക്ക് റെയിൽവേ യാത്രയ്ക്ക് ലഭിക്കേണ്ട കുറച്ച് കൂടുതൽ സൗകര്യം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായി ഈ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തും. ഇപ്പോൾ പൊതു ബജറ്റ് വരുന്നു. പൊതു ബജറ്റിനോടനുബന്ധിച്ച് തന്നെയാണ് റെയിൽവേയുടെ കാര്യങ്ങളും വരുന്നത്. പഴയ പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള റെയിൽവേ ബജറ്റ് ഇല്ല. അപ്പോൾ ആ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യം ഉന്നയിക്കും. പ്രവചന മത്സരത്തിൽ വിജയികളായവരെ അദ്ദേഹം അഭിനന്ദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം 97% മാധ്യമപ്രവർത്തകരും ശരിയായി പ്രവചിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ, സെക്രട്ടറി റോബിൻ P. തോമസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് സംക്രാന്തിക്ക് സമീപം ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. സംക്രാന്തി ചാത്തുകുളം മാളികയിൽ സിബിയാണ് മരിച്ചത്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സിബിയെ പുലർച്ചെ അയൽവാസികളാണ് വാഹനത്തിന് സമീപം വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിൽ 2020-24 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് നടന്നു. കോളേജിലെ 56 ബാച്ചിൽ 20 കുട്ടികളുടെ പാസിംഗ് ഔട്ടാണ് നടന്നത്. കോളേജ് പ്രിൻസിപ്പൽ ബീന MA ഉദ്ഘാടനം ചെയ്തു. RMO ആശാ P. നായർ, PK ആനന്ദക്കുട്ടൻ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടുന്ന് ഈ നഴ്സിംഗ് കോളേജിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ തന്നെ പേരിനെ അന്വർത്ഥമാക്കും വിധം നന്നായിട്ട് രോഗികളോട് ബിഹേവ് ചെയ്യുക. രോഗികളോട് തന്നെയല്ല, മറ്റുള്ളവരോടും രോഗികളുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലേ, നമ്മൾ ജനങ്ങളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുക. ഒരിക്കലും ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ നോക്കിയിരുന്നെങ്കിൽ ആ രോഗി കുറച്ചും കൂടി ബെറ്റർ ആകുമായിരുന്നു എന്ന് ഒരിക്കലും മനസ്സിൽ തോന്നാത്ത വിധം എല്ലാവരും നമ്മളുടെ സ്വന്തം എന്ന് തന്നെ കരുതി, സ്വന്തം അച്ഛനോടും അമ്മയോടും എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ ഓരോ രോഗികളെയും നോക്കുക. ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം പിഞ്ചുകുഞ്ഞിന് ഇടതുകൈയുടെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി മാതാപിതാക്കൾ. പൈക സ്വദേശിയായ 8 മാസം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനാണ് ദുരവസ്ഥ. പാലാ ജനറൽ ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം പിഞ്ചുകുഞ്ഞിന്റെ ഇടതുകൈയുടെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടതായി ആക്ഷേപം. പൈക കോഴിയാറ്റുകുന്നിൽ സജി അശ്വതി ദമ്പതികളുടെ 8 മാസം പ്രായമായ മാക്സലിനാണ് ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. പാലാ ജനറൽ ആശുപത്രിയിൽ പിറന്ന മാക്സലിനെ വേണ്ട രീതിയിൽ പരിചരിക്കാതിരുന്നതിനാൽ ഇടതുകൈയുടെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുകയും കഴുത്ത് തിരിക്കാൻ കഴിയാതെ വരികയും ചെയ്തിരുന്നു. ഫിസിയോതെറാപ്പി വഴി കഴുത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. എന്നാൽ കൈക്ക് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ നടത്താനിരിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപ ആവശ്യമാണ്. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിച്ച് ഫെഡറൽ ബാങ്കിൽ 1115011001129886 എന്ന നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. IFSC നമ്പർ FDRL 0001115. ഞരമ്പിന്റെ ക്ഷതം എന്ന് പറഞ്ഞതുകൊണ്ട് 3 മാസം ഫിസിയോതെറാപ്പി ചെയ്യാമെന്നാണ് കോട്ടയം PMR കീഴിൽ മൂന്ന് 4 മാസത്തോളം കൈക്ക് വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് കഴുത്തിൽ തിരിയാതെ വന്നപ്പോൾ കഴുത്ത് കടലിൽ ഫിസിയോതെറാപ്പി തിരിയാൻ വേണ്ടിയിട്ട് ചെയ്തു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും യാതൊരുവിധ ഇതുമില്ലാത്തതിൻ്റെ പുറത്ത് അവർ ഇനി സർജറി വേണമെന്ന് പറഞ്ഞപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അറിഞ്ഞത് കുഞ്ഞുങ്ങളുടെ സർജറി ചെയ്യുന്നത് തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലാണെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പം
3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപയായിരുന്നു സർജറിക്ക്. ഏപ്രിൽ 30 ആദ്യം ഞങ്ങളൊന്ന് ഡേറ്റ് എടുത്തായിരുന്നു. ഡേറ്റ് എടുത്തപ്പം അത് പൈസ ഉണ്ടാകാത്തതിനെ തുടർന്ന് അത് നടന്നില്ല. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗം മാത്യു പെരുമനങ്ങാട്, കുഞ്ഞിന്റെ മാതാപിതാക്കളായ സജി, അശ്വതി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. മാത്യു എം കുഴുവേലി സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം നടന്നു. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന യോഗത്തിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ലിസി ടി മാത്യു അധ്യക്ഷയായി. അറിയിപ്പ്. കോട്ടയം ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ പോഷണൽ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിക്കുന്നതിനായി പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നു. മാനേജ്മെന്റ്, സോഷ്യൽ സയൻസ്, ന്യൂട്രീഷൻ വിഷയങ്ങളിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പ്രാവീണ്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനം. അപേക്ഷകർ പ്രദേശവാസികളായിരിക്കണം. പ്രായപരിധി 2024 ജനുവരി 1 41 വയസ്സ് കവിയരുത്. താൽപര്യമുള്ളവർക്ക് ബയോഡേറ്റയോടൊപ്പം പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം പ്രോഗ്രാം ഓഫീസർ, ജില്ലാതല ICDS സെൽ, KVMB ബിൽഡിംഗ്, അണ്ണാൻകുന്ന്, കോട്ടയം 1 വിലാസത്തിൽ 28-നകം അപേക്ഷ നൽകണം. ഫോൺ 8590881069. ചങ്ങനാശ്ശേരി SB കോളേജിൽ മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചററെ ആവശ്യമുണ്ട്. അപേക്ഷകർ ഡെപ്യൂട്ടി DC കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. PhD, നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ www.spcollege.ac.in എന്ന കോളേജ് വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം office@spcollege.ac.in എന്ന ഇമെയിലിൽ 26-ന് മുമ്പ് അയക്കണം. നട്ടാശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിൽ LPSTയുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അഭിമുഖം നടത്തുന്നു. യോഗ്യത TTC, CET, CATET. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം വെള്ളിയാഴ്ച രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താങ്ങുവില വർധന, റബ്ബറിനെ ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് MP. വിഷയം ലോക്സഭയിൽ ഉന്നയിക്കും. കുമരകത്തു നിന്നും കഞ്ചാവുമായി 2 യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി. പിടിച്ചത് 4 കിലോ കഞ്ചാവ്. കഞ്ചാവ് എത്തിച്ചത് ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം. ആദിവാസി, ദളിത്, അധിവാസ കേന്ദ്രങ്ങളുടെ പേരുമാറ്റം നിർദ്ദേശിക്കുന്ന സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് M. ഗീതാനന്ദൻ. സർക്കാർ രേഖകളിൽ നിന്നും കോളനി പദപ്രയോഗം നീക്കാനുള്ള തീരുമാനം സ്വാഗതാർഹം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.